എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതാ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലാണ് ഇന്നത്തെ ക്രിസ്മസ് ആഘോഷം ഉച്ചയ്ക്ക്. അങ്ങനെ ഇതാ അവിടെ എത്തി, എല്ലാവരും കൂടെ ഉണ്ട്. ഇത് എറണാകുളത്തുള്ള മൂത്ത ഏട്ടനും വൈഫ് 2 മക്കൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളിയായിരുന്നു. ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് സദ്യ ഉണ്ടായിരുന്നു, പിന്നെ മട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് മൂത്ത ഏട്ടൻ, എറണാകുളത്താണ് കോളേജിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വൈഫ്, അത് 2 മക്കളാണ് കേട്ടോ, 2 മോന്, എവിനും എവാനും. അപ്പോൾ അതാ ഇത് അച്ഛനും അമ്മയൊക്കെയാണ്. ഞങ്ങൾ സദ്യകൾ വിളമ്പുന്നു, കഴിക്കുന്നു, ഓരോ സ്റ്റെപ്പായി ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ എത്തിയിട്ടില്ല, അവർ കടലപ്രഥമനൊക്കെ വച്ചിട്ട് വന്നപ്പോൾ ലേറ്റായി. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ വന്നിരുന്ന് കഴിക്കണത്. ഇത് എൻ്റെ മോനാണ് കേട്ടോ, മഞ്ഞ. അവന് എന്തോ പിണങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് കഴിക്കാതെ. അതുകൊണ്ട് എല്ലാവരും കൂടെ വിരട്ടി നിർത്തിയിരിക്കുകയാണ്. കഴിക്കൂല കേട്ടോ. അതിന് കുറേ കഴിഞ്ഞ് അങ്ങനെ തുടങ്ങി, പതുക്കെ തുടങ്ങി. വീഡിയോയിൽ കാണുമല്ലോ ചട്ടമ്പി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവർ ചോറ് കഴിച്ച്, പിന്നെ പാൽ പായസം ഉണ്ടായിരുന്നു, ബോളി ഉണ്ടായിരുന്നു, കടല പായസം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ അവരൊക്കെ കഴിച്ച് ഇങ്ങനെ എണീറ്റ് അടുത്ത് ബാക്കിയാണ് ഞങ്ങളൊക്കെ ഇരുന്ന് കഴിക്കണം കേട്ടോ. അപ്പോൾ ഒരു ചേട്ടനും വൈഫും ഒരു മോളും ഉണ്ട് കേട്ടോ. അവരെത്തിയില്ല. അപ്പം ഞങ്ങളും കഴിച്ച് കഴിഞ്ഞിട്ട് അവരെത്തി കേട്ടോ. അപ്പം അങ്ങനെ അവർ അടുത്ത വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അപ്പം സദ്യയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയാണ്. അപ്പോൾ ഓർഡർ കൊടുക്കാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷേ അന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് അങ്ങനെ വേറെ ഓർഡറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഊണായിട്ട് കിടക്കാൻ പാടായിരുന്നു കേട്ടോ. അവർക്ക് അങ്ങനെയാണ്. ഇതാണ് ഒരു ഏട്ടനും വൈഫ് മോള്. അപ്പോൾ അവർ ഇത്തിരി ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ളത് പരിപാടി കഴിഞ്ഞ് വീണ്ടും ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ലേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ വീടൊക്കെ നല്ല ക്ലീനായിട്ട് കിടക്കുകയാണ്. പിന്നെ ഒരു 4 മണിയായപ്പോൾ ചായ ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ചായക്ക് വെള്ളവും പാലും തേയിലപ്പൊടിയൊക്കെ കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഒഴിച്ചതാണ് വച്ചേട്ടാ. അങ്ങനെ പ്രത്യേകിച്ച് ചായ ഇടൊക്കെ ഒന്നുമില്ല, ഇഷ്ടമുള്ളപ്പോൾ തോന്നും പോലെയൊക്കെ ഇടും കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി ഇന്ന് ഒരുമിച്ച് വെച്ച് ചായ ഇടാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കുന്ന ആരുമില്ല, ഞാനും മോനും മാത്രമേ ഉള്ളൂ. പിന്നെ സ്നാക്സ് അതുകൊണ്ടൊന്നും ഉണ്ടാക്കിയില്ല. നല്ല അടിപൊളി പ്ലം കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പ്ലം കേക്ക് ഇരിക്കണം, ഓരോരുത്തരായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഇനി എനിക്കൊരു ഡ്രസ്സ് എടുത്ത് അങ്ങനെ അതൊന്ന് മാറ്റിയെടുക്കാൻ പോകണം. പിന്നെ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോകണം. അവിടെ പപ്പയും അമ്മയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരെ ഒന്ന് കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിരിക്കണം. അങ്ങനെയുള്ള പരിപാടിയാണ്. അപ്പോൾ ബാക്കി വന്ന കേക്കെല്ലാം ഞാൻ ഇതുപോലെ നല്ല ടിന്നിനകത്താക്കി ഒന്ന് അടച്ച് വയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഉറുമ്പ് കയറും, പിന്നെ അതങ്ങ് വേസ്റ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയൊക്കെ ആക്കി ഒന്ന് വെച്ച് ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞത് അവൻ അങ്ങനെ ഇരിക്കണം. അവനിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിരിക്കണം. കേക്ക് ടി വിയും കണ്ടിരിക്കണം. അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഇനി ഞങ്ങൾ പോകാൻ വേണ്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് റെഡിയാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മാറ്റിയെടുക്കാനുള്ള ഡ്രസ്സ് ഞാൻ കാണിച്ചു തരട്ടെ. ഇതാണ്. പക്ഷേ ഈ ഡ്രസ്സ് അത്ര കുഴപ്പമില്ല. അതിൻ്റെ സ്ലീവ് കൈ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിൻ്റെ ഷോൾ വേണ്ട, രണ്ട് കളറാണ് കേട്ടോ. ഒന്ന് വയലറ്റും ഒന്ന് ഗ്രേ പോലെയാണ്. അങ്ങനെ ഞങ്ങളിതാ റെഡിയായി, ഞാൻ ഇറങ്ങി പോകാൻ വേണ്ടി. അങ്ങനെ കടയിലെത്തി. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം എൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഞങ്ങൾ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കണ്ട ഒരു പള്ളിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, സൂപ്പറായിരുന്നു കേട്ടോ. അതങ്ങനെ ഞാൻ അത് കണ്ട് ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ അവളെ വീട്ടിലെത്തി. അവിടുത്തെ ഒരു ചെറിയ പുൽക്കൂടാണ് കേട്ടോ, ചെറുതായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പുൽക്കൂട്. പിന്നെ കേക്കൊക്കെ ഞങ്ങൾ വരുന്നേരം നോക്കിയിരുന്നു കട്ട് ചെയ്യാൻ. അങ്ങനെ അടുത്തത് കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് 2 അനുജത്തിമാരെ മക്കളാണ്. ഇത് ഒരു മോനും ഒരു മോളും ഒരാളാണ്. എൻ്റെ മോൻ വന്നില്ല കേട്ടോ, മോളുടെ വീട്ടിൽ ഏട്ടൻ്റെ വീട്ടിലിരിക്കുകയാണ്. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ കുറച്ച് നേരം ഇരുന്ന് എല്ലാവരുമായിട്ട് സംസാരിക്കുകയാണ്. ഇതെൻ്റെ പപ്പ, ഇതറിയാമല്ലോ എൻ്റെ ഏട്ടൻ. ഇത് അനുജത്തിയുടെ ഹസ്ബൻഡ് ഒരാൾ, അത് അമ്മയാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ എടുത്ത് കഴിക്കുകയാണ്. കൊള്ളായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇവനാണ് ഒരു അനിയത്തിയുടെ മോനാണ് കേട്ടോ, ചട്ടമ്പിയാണ്, നല്ല സ്നേഹമാണ്.
എല്ലായിടത്തും കളിയാണ് കേട്ടോ. ക്രീമൊക്കെ മുഖത്ത് വാരി തേക്കുമാണ് പരിപാടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ ആർക്കും ഒന്നും വേണ്ട. പെറോട്ട, ബീഫ്, ഇടിയപ്പം, ദോശ, പിന്നെ ചോറ്, കപ്പയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരേ ദോശ മാത്രമേ കഴിച്ചുള്ളൂ. അത്രയ്ക്ക് വേണ്ടായിരുന്നു ആർക്കും. ഞങ്ങൾ നല്ലതായിട്ട് നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിച്ച് പിന്നെ 2 ഐറ്റം പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് പിന്നെ ആയപ്പോൾ വൈകിട്ടായപ്പോഴേ ചായ കുടിച്ച് പിന്നെ അങ്ങനെ ആഹാരമൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ ഇതെൻ്റെ പപ്പയാണ് കേട്ടോ. അപ്പോൾ പപ്പയ്ക്ക് പിന്നെ പണ്ടത്തെ ആൾക്കാർക്ക് വൈകിട്ട് വേറെ അസുഖങ്ങളൊന്നുമില്ല കേട്ടോ. ഷുഗർ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചോറും കപ്പയൊക്കെ കഴിച്ച്. അതെൻ്റെ അനുജത്തി ഇതാ മോൾക്ക് എടുത്ത് വയ്ക്കാനാണ്. അവളും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണമെങ്കിലും കഴിക്കാൻ പറഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിച്ച്. പിന്നെ അടുത്ത് ഞങ്ങളിതാ പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ. ഇതാവും വരണമെന്നും പറഞ്ഞ് നിൽക്കണം. താടിയൊക്കെ എന്തോന്ന് ഇതെന്നൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ്. നല്ല സ്നേഹമാണ് അവൻ. ഇതാണ് അവൻ്റെ ചേച്ചി. ഇത് ഒരു അഞ്ചിത്തിരമാണ്. അപ്പോൾ ഇതാ അവിടെ ഫുഡ് കഴിക്കണ മക്കള് പൂച്ചയെ കളിപ്പിക്കണ ആ പരിപാടിയൊക്കെയാണ്. പിന്നെ ഇതാ ഞങ്ങളിതാ വീണ്ടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ വന്ന വഴിക്ക് ഇതാ ഞാൻ കണ്ട ഒരു പള്ളി ഉണ്ടല്ലോ, അതിൻ്റെ ഇപ്പം ഫ്രണ്ട് വശമാണ് കേട്ടോ ഇത്. അതൊന്ന് കാണിച്ചു തരാം. നല്ല സെറ്റപ്പായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ വേറൊരു രസമാണ്. അപ്പോൾ ഇതാണ് ഞാൻ മാറ്റിയെടുത്ത ഡ്രസ്സ്. അപ്പോൾ അന്ന് കടയിൽ നല്ല തിരക്കായതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് വിശേഷം ഇത്രയൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.